Hi friends, once again welcome back to Vijo Fitness and Lifestyle. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റ് ലോസ്. അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ചിലപ്പം കുറച്ച് ലെങ്തി ആയിട്ട് പോയേക്കാം, കാരണം 5 മെയിൻ ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കഴിവതും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. ഈ ടോപ്പിക് ഞാൻ തിരഞ്ഞെടുക്കാനുള്ളതിന്റെ കാരണം ഏതൊരു ട്രെയിനറിനാണെങ്കിലും ഏതൊരു ഫിറ്റ്നസ് യൂട്യൂബറിനാണെങ്കിലും പേഴ്സണൽ ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ഫോട്ടോ അയക്കുക, അവരുടെ ഒരു ഐഡിയൽ ഫിഗറും കൂടെ അതിന്റെ കൂടെ അയക്കും, എന്നിട്ട് അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ ഹൈറ്റ് എല്ലാം അയക്കും. പിന്നെ ചില മെസ്സേജിനകത്ത് കാണും, ഞാൻ 1 വർഷം മുമ്പ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ കുറച്ച് നാൾ നിർത്തി, ഇപ്പൊ ഞാൻ വീണ്ടും ജിമ്മിൽ പോയി തുടങ്ങി, എന്റെ പഴയ ഫിഗർ ഇതായിരുന്നു, ഇപ്പൊ എനിക്ക് ഇത്രയും ഫാറ്റ് ഉണ്ട്, എങ്ങനെ ഈ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും, ഇതിനുള്ളൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാമോ, എന്തൊക്കെ വർക്കൗട്ട് നമ്മൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത്. അപ്പോൾ എനിക്കും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മെസ്സേജ് എന്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളിൽ നിന്നും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള മെസ്സേജാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക് തിരഞ്ഞെടുക്കാനുള്ളതിന്റെ കാരണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് 115 കിലോയിൽ നിന്നും 85 കിലോയിലേക്ക് ഫാറ്റ് ടു ഫിറ്റ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു, അതുപോലെ പേഴ്സണലി വെയിറ്റ് ലോസ് അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ക്ലയൻസിന് ഞാൻ എന്താണോ സജസ്റ്റ് ചെയ്യാറ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എന്റെ എല്ലാ സുഹൃത്തുക്കളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും ഡയറ്റിനെ പറ്റി സംസാരിക്കുന്നില്ല, ഡയറ്റ് പ്രോഗ്രാം ഒന്നും തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് വീണ്ടും കൂടിപ്പോകും. അതുകൊണ്ട് ഉടനെ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഡയറ്റ് പ്രോഗ്രാം ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു മലയാളിക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്രോഗ്രാം, ഒരു 1800നും ഒരു 2000 കാലറിക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഡയറ്റ് പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിന്റെ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാൻ ചോദിച്ച് വെയിറ്റ് ചെയ്യുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ 5 ടിപ്സ് ഫോളോ ചെയ്യാതെ ആരുടെയൊക്കെ ഈ എത്ര വലിയ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോക്കസ് ചെയ്താലും എന്തൊക്കെ വർക്കൗട്ട് പ്രോഗ്രാം നിങ്ങൾ ഫോക്കസ് ചെയ്താലും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഡയറ്റ് പ്ലാൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുമായിട്ട് ഈ 5 മെയിൻ ടിപ്സ് ഷെയർ ചെയ്യുന്നതിന്റെ കാരണം. അതുകൊണ്ട് എന്റെ ഫാറ്റ് ടു ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ സമയത്ത് ഞാൻ ഫോളോ ചെയ്തതും ഞാൻ അതിൽ സക്സസ് ആവാൻ കാരണവുമായ 5 മെയിൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡറിന്റെയോ ഒരു കോമ്പറ്റീറ്റീവ് അത്ലറ്റിന്റെയോ ഒന്നും ഒരു വെയിറ്റ് ലോസിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാറ്റ് ലോസ് ടിപ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. ഒരു സാധാരണക്കാരൻ ഒരു വെയിറ്റ് കുറയ്ക്കാനോ അതല്ലെങ്കിൽ ഒരു ഫാറ്റ് ലോസിനോ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ തൊട്ട് താഴെ തന്നെ സബ്സ്ക്രൈബ് എന്നൊരു റെഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട നമ്മുടെ 5 മെയിൻ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1, സേഫ്റ്റി. സേഫ്റ്റിയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം, നമ്മൾ ഒരു ഡയറ്റ് പ്രോഗ്രാം അതല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കൗട്ട് പ്രോഗ്രാം, ഇനി സപ്ലിമെന്റേഷൻ, അത് ഏതൊരു ട്രെയിനറുടെ അടുത്തു നിന്നും അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ നിങ്ങൾ എങ്ങനെ പൈസ കൊടുത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കൗട്ട് പ്രോഗ്രാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ, അതിലെല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഡെഡ് ലിഫ്റ്റ് അതല്ലെങ്കിൽ പലതരത്തിലുള്ള വർക്കൗട്ട്, കെറ്റിൽ ബെൽ സ്വിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി കൂടാതെ അതിന്റെ പ്രോപ്പർ ഫോമിൽ ആ വർക്കൗട്ടുകൾ ചെയ്യാൻ അറിയാമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി അത് ചെയ്യാനായിട്ട് പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്കൗട്ടുകളെല്ലാം തന്നെ അറിയാവുന്ന ഒരു ജിം പാർട്ണർ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ഇനിയിപ്പോൾ ഡയറ്റ് പ്രോഗ്രാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഡയറ്റ് പ്രോഗ്രാമിനകത്ത് നിങ്ങളുടെ ബോഡിക്ക് സ്യൂട്ട് ആവാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും അലർജിക് ഇഷ്യൂസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചാൽ നിങ്ങളുടെ ശരീരം റിജക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്ന അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സപ്ലിമെന്റേഷൻ ആണെങ്കിലും നിങ്ങൾ നോക്കുക, ഏതെങ്കിലും സപ്ലിമെന്റ്സ് ഏതെങ്കിലും
ടാബ്ലറ്റ്സ്, ഇതൊക്കെ അലർജി ഇഷ്യൂ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ അത് ഒരു ഡയറ്റീഷ്യനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജിമ്മിൽ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടെങ്കിലോ അവരുമായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് കടക്കാനായിട്ട്. നമ്പർ 1 ടിപ്പായിട്ട് സേഫ്റ്റി എന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം, നമ്മുടെ നാട്ടിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ സേഫ്റ്റിക്ക് എത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇഞ്ചുറി കൂടാതെ വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് വളരെ കുറവാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ 3ാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് കുടവേറ കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടോ ഇത്ര എനർജിയോട് കൂടിയൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം യൂട്യൂബ് തുടങ്ങിയ സമയമാണ്. എങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു രീതി, കാര്യങ്ങളൊന്നും അറിയില്ല. പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ അത്രത്തോളം ഒരു ക്ലാരിറ്റിയോട് കൂടിയല്ല ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് ചിരി വരും. പക്ഷെ ആ വീഡിയോ കണ്ടിരിക്കുന്നത് 3,80,000 പേരോളം ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇതേ ചാനലിൽ തന്നെ ഡെഡ് ലിഫ്റ്റിന്റെ കംപ്ലീറ്റ് ഫോം എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വെറും 20,000 പേര് താഴെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് അവർക്ക് ഇഞ്ചുറി കൂടാതെയോ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ നിന്നോ ഏതെങ്കിലും ഒരു ട്രെയിനറിന്റെ അടുത്തുനിന്നോ എവിടുന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും എളുപ്പ വഴിക്ക് വണ്ണം കുറയാനുള്ള ഒരു ടിപ്പ് കിട്ടണം, വണ്ണം കുറയാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. അതാണ് എല്ലാവർക്കും വേണ്ടത്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾ അറിഞ്ഞിരിക്കുക, 4 മാസം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് 4 വർഷം ഹോസ്പിറ്റലിൽ കിടക്കാനോ 4 വർഷം വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഈ വർക്കൗട്ട് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലാണ്. ഇതൊരു കോമ്പറ്റീറ്റീവ് ബോഡി ബിൽഡറിനെയോ ഒരു കോമ്പറ്റീറ്റീവ് അത്ലറ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റണം. 4 വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 40 വർഷത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവണം. അതല്ലാതെ 3 മാസം കൊണ്ട് നിങ്ങൾ വണ്ണം കുറച്ച് 3 മാസം കൊണ്ട് നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള മാസങ്ങൾ നിങ്ങൾ വീട്ടിലിരിക്കുക, റെസ്റ്റ് എടുത്ത്, അതല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാനൊരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്ന സമയം തൊട്ട് എനിക്ക് പറ്റിയിരിക്കുന്ന ഇഞ്ചുറീസും ഞാൻ ഈ ഫിറ്റ്നസ്സിലേക്ക് വന്നതിന് ശേഷം എനിക്ക് പറ്റിയിരിക്കുന്ന ഇഞ്ചുറീസും അതിന്റെ പിന്നിൽ എന്തുമാത്രം സമയം, എന്തുമാത്രം പൈസ എല്ലാം നമുക്ക് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് നിങ്ങൾ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യത്തിന് നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുക. ടിപ്പ് നമ്പർ 2 ഡെഡിക്കേഷൻ എന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ ഒരു ഐഡിയൽ ഫിഗറിന്റെ പിക്ചറും കൂടെ അതിന്റെ കൂടെ അയക്കും. എന്നിട്ട് ഇതുപോലെ എനിക്ക് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉദാഹരണത്തിന് പെണ്ണുങ്ങളാണെങ്കിൽ ദീപിക പദുക്കോന്റെയോ കത്രീന കൈഫിന്റെയോ ഒക്കെ പിക്ചർ അയച്ചിട്ട് എനിക്കൊരു 4 മാസം 5 മാസം കൊണ്ട് ഇതുപോലെ ആകാൻ പറ്റുമോ എന്ന് ചോദിക്കും. യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ആണുങ്ങള് അവരാണെന്നുണ്ടെങ്കിൽ വിദിൻ ജാംവാലിന്റെ, ഹൃതിക് റോഷന്റെയോ ജോൺ അബ്രാമിന്റെ ഒക്കെ പടം അയച്ചിട്ട് 6 മാസം കൊണ്ട് ഇതുപോലെ ആകാൻ പറ്റുമെന്ന് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും ഈ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പിക്ചർ കാണുമ്പോഴോ അതല്ലെങ്കിൽ ഒരു ടിവിയിൽ ഒരു ട്രെയിലർ കാണുമ്പോഴോ ഒരു ആഡ് കാണുമ്പോഴോ നമുക്ക് ഇതുപോലെയൊക്കെ ആകണമെന്ന് തോന്നും. നമ്മൾ എല്ലാവരും തന്നെ കാണുന്നത് ഇവരുടെ എല്ലാവരുടെയും അപ്പോൾ ഉള്ള ആ ഒരു പ്രസന്റ് ആ ഒരു സ്റ്റേജാണ്. പക്ഷെ അതല്ലാതെ ഇതിന്റെ പിന്നിൽ അവർ എത്ര നാളായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എത്ര ക്ലീൻ ആയിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട്, എത്ര മാസത്തെ അവരുടെ കഷ്ടപ്പാടാണ്, അവര് എത്രത്തോളം പണം അതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട്, ഇതൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു റേഞ്ചിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മുടെ ഉറക്കം നമ്മൾ ക്രമീകരിക്കണം, നമ്മുടെ ഭക്ഷണം നമ്മൾ ക്രമീകരിക്കണം, നമ്മുടെ ടൈമിംഗ് നമ്മൾ ക്രമീകരിക്കണം, നമ്മൾ എഴുന്നേൽക്കുന്നതിന്റെയും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന്റെയും നമ്മുടെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലിലെ നമ്മുടെ ജോലി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനും ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡെഡിക്കേഷൻ എന്ന് പറയാനുള്ള എന്റെ കാരണം. ടിപ്പ് നമ്പർ 3 കൺസിസ്റ്റൻസി. ഇനി നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾക്ക് ഡയറ്റ് നോക്കാനുള്ള ടൈമുണ്ട്, നിങ്ങൾക്ക് വോക്ക് ചെയ്യാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ള സമയമുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ 100% നിങ്ങൾ എല്ലാം ചെയ്യാൻ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ കൺസിസ്റ്റൻസി, നിരന്തരമായിട്ടുള്ള പരിശ്രമം, അതില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാരുണ്ട്, അവരൊരു ആവേശത്തിന് ജിമ്മിൽ വരും. ജിമ്മിൽ വന്ന ആദ്യത്തെ സെഷനൊക്കെ നമ്മളുമായിട്ട് കൺസൾട്ടേഷൻ സെഷനിൽ അവർ പറയും, ഞാൻ എല്ലാ ദിവസവും വരും, എൻ്റെ ഗോൾ ഇതാണ്, ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പ്രാവശ്യം ഞാൻ 100% ഡെഡിക്കേറ്റഡ് ആണ്, ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരെ കാണത്തില്ല. കാരണം കൺസിസ്റ്റൻസി, കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടും, കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഈ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, എന്നുള്ളൊരു ധാരണയോട് കൂടിയാണ് പലരും ജിമ്മിൽ വരുന്നത്, അല്ലെങ്കിൽ പലരും പല ഡയറ്റ് പ്ലാൻ തുടങ്ങുന്നത്.
അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടുകൂടി വരരുത്. അത് ഓരോ ആൾക്കാരുടെയും റിസൾട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. അത് ഓരോരുത്തരുടെ ജെനറ്റിക്സിനെയും ഓരോരുത്തർ ഫോളോ ചെയ്യുന്ന അവരുടെ ഡയറ്റ് പ്രോഗ്രാമിനെയും എല്ലാത്തിനെയും ബേസ് ചെയ്തിരിക്കും അവരുടെ റിസൾട്ടിന്റെ ആ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റൻസി, നിരന്തരമായുള്ള ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു PSC ടെസ്റ്റ് എഴുതാനൊക്കെ ആയിട്ടാണെങ്കിലും എത്രയോ ആൾക്കാർ എത്ര നാളത്തെ എത്ര വർഷത്തെ ട്യൂഷനും ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം തന്നെ എഴുതാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫിറ്റ്നസും. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നമുക്ക് ഒരിക്കലും ഒരു 6 പാക്കോ നല്ല ക്ലീൻ ആയിട്ട് ദീപിക പദുക്കോണിനെ പോലെ കത്രീന കൈഫിനെ പോലെ അത്ര ലീൻ ആയിട്ടുള്ള ഫിഗറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് നിരന്തരമായുള്ള പരിശ്രമം. കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. നമുക്ക് എല്ലാ തരത്തിലുള്ള ഡെഡിക്കേഷനും കാണും, പക്ഷെ കൺസിസ്റ്റൻസി അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണം. ടിപ്പ് നമ്പർ 4, ട്രാക്ക് യുവർ പ്രോഗ്രസ്. ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഞാൻ പറയാനുള്ളതിന്റെ കാരണം, ഞാനൊരു പേഴ്സണൽ ട്രെയിനറാണ്. എന്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും അവർ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന അന്ന് തൊട്ട് നമ്മളിപ്പോൾ ഒരു 3 മാസത്തേക്കോ 4 മാസത്തേക്കോ നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം തീരുന്നവരെ തുടങ്ങുന്ന അന്ന് തൊട്ട് അവർ എന്ത് കഴിച്ചു, എത്ര കാലറിയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, ഏതൊക്കെ വർക്കൗട്ടാണ് അവർ ചെയ്യുന്നത്, എത്രത്തോളം റെപ്പിറ്റേഷൻ അവർ ചെയ്തു, എത്രത്തോളം വെയിറ്റ് അവർ ചെയ്തു, അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങളും ഞാനൊരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഓരോ ക്ലയൻസിന്റെ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്യും. അതൊരു നോട്ട് പാഡിലാണെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിലും മൊബൈലിലാണെങ്കിലോ ഞാനത് നോട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം ഒരു ഓൺലൈൻ പേഴ്സണൽ ട്രെയിനറിന് കൊടുക്കാനുള്ള പൈസയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ട്രെയിനറുടെ കൂടെ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്രോഗ്രസ്സിനെ നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യണം. 1ാമത്തെ ദിവസം ഞാൻ ജിമ്മിൽ പോയി, ഡേ 1 ഞാൻ എന്തൊക്കെ കഴിച്ചു, ഞാൻ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ വർക്കൗട്ട് ചെയ്തു, ഞാൻ എത്ര മിനിറ്റ് കാർഡിയോ ചെയ്തു, ഏതൊക്കെ ആപ്സ് വർക്കൗട്ട് ചെയ്തു, അടുത്ത ദിവസം ജിമ്മിൽ പോകാൻ നേരത്ത്. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ കഴിച്ചു, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു, എത്ര വെയിറ്റ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്തു, എന്നാൽ മാത്രമേ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. മറ്റത് ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് എൻ്റെ ഒരു ക്ലയന്റ് പിറ്റേ ദിവസം ജിമ്മിൽ വരുമ്പോൾ ഞാൻ നോക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്തു, എത്ര വെയിറ്റിലാണ് ചെയ്തത്, എന്തെങ്കിലും പ്രോഗ്രസ് ഓർക്കുണ്ടോ, ഡെഡ് ലിഫ്റ്റ് അവർ കഴിഞ്ഞ പ്രാവശ്യം എത്ര വെയിറ്റ് ചെയ്തു, ഈ പ്രാവശ്യം 5 കിലോയെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിനർ തന്നെ ട്രാക്ക് ചെയ്യും. സോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം നമ്മൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഫാറ്റ് ടു ഫിറ്റ് ട്രാൻസ്ഫോർമേഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള ആർക്കെങ്കിലും ഒരു ഫാറ്റ് ടു ഫിറ്റിന്റെ സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾക്കോ അവർ വെയിറ്റ് ലോസിനോ അഥവാ ഫാറ്റ് ലോസിനോ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നോട്ട് പാഡ്, ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് അതുപോലെ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് തന്നെ നോക്കി ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇതാണ് ഞാൻ എൻ്റെ ഫാറ്റ് ടു ഫിറ്റ് സമയത്ത് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ ഇതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ നീ ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അത് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് കഴിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളത് മറിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അനാവശ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, അതല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ഓൾവേസ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. ടിപ്പ് നമ്പർ 5, ഡയറ്റ്. നിങ്ങൾ എൻ്റെ ഡയറ്റ് പ്രോഗ്രാം നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഓൺലൈനിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ എടുത്താലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സെലിബ്രിറ്റീസിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോളിവുഡ് ട്രെയിനറിൻ്റെയോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ട്രെയിനർമാരുടെയോ ആരുടെ ഡയറ്റ് പ്ലാൻ ആയിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ മലയാളികളാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന സാധനങ്ങളാണോ നമ്മുടെ ഡയറ്റിലുള്ളത്, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണോ, നമ്മുടെ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണോ, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റുകളാണോ, അതോ നമുക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഡയറ്റ് ആണോ, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ നോക്കുക ഒരു ഡയറ്റ് പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട്. കാരണം ഇത് ഓരോ ഇൻഡിവിജ്വലിനെയും ബേസ് ചെയ്തിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം ഓരോ ആൾക്കാരും ഓരോരുത്തരുടെ വീട്ടിലും ഓരോ അവസ്ഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോളിവുഡിലെയോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഡയറ്റ് പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്
പറ്റാത്ത രീതിയിൽ എക്സ്പെൻസീവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ മലയാളികൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഡയറ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വളരെ മെയിൻ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും എല്ലാം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ കഴിവിന്റെ പരമാവധി എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ നല്ലൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും വേണ്ടി നല്ലൊരു ഡയറ്റ് പ്ലാനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Eat healthy, sleep well, stay lean and train safe.